കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുൻ മന്ത്രിമാരെ വിചാരണ ചെയ്യാൻ അനുമതി. ആപ്പ് നേതാക്കളായ സത്യേന്ദർ ജെയിൻ, മനീഷ് സിസോദിയ എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, BJP സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ ആപ്പ് മന്ത്രിമാർക്കെതിരെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ വിചാരണയ്ക്കുള്ള അനുമതി നൽകിയത് എങ്ങനെയാണ്? സൈഫുദ്ദീൻ ആഭ്യന്തര മന്ത്രാലയമാണ് സത്യേന്ദ്ര ജെയിനെയും മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യാനായിട്ട് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഇവർക്കെതിരെ ഈ അന്വേഷണം ശക്തമാക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഈ പ്രോസിക്യൂഷൻ ചെയ്യാനുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. BJP സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ ആം ആദ്മി ഭരണകാലത്തുണ്ടായിരുന്ന എല്ലാ അഴിമതികളും പുറത്തു കൊണ്ടുവരുമെന്ന് BJP പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രണ്ട് മുതിർന്ന നേതാക്കൾക്കെതിരെയും അന്വേഷണവും പ്രോസിക്യൂഷനും ഇപ്പോൾ കുറച്ചുകൂടി വേഗത്തിലാക്കാനായിട്ട് BJP തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആം ആദ്മിയുടെ ഉണ്ടായേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. BJP ഭരണത്തിലേറിയതിന് പിന്നാലെ ആം ആദ്മി സർക്കാരെ നേതാക്കളെ വീണ്ടും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇരുവർക്കുമെതിരെ പ്രോസിക്യൂഷൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത്. ശരി തൗഫീഖ്.